തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ഡോക്ടർ സതീഷ് പരമേശ്വരൻ പതാക ഉയർത്തി. പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. ഡോക്ടർ സതീഷ് പരമേശ്വരൻ ദേശീയ പതാക ഉയർത്തി. ഇന്ന് ഭാരതം അതിൻ്റെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഭരണഘടന ഉയർത്തുന്ന, രാഷ്ട്രം ഉയർത്തുന്ന മൂല്യങ്ങൾ നാം ഓരോരുത്തരും സ്മരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കൂടുതൽ ശേഷിയും ക്ഷേമുഷിയും ആർജിച്ചിട്ട് പരിശ്രമിക്കേണ്ടതുമാണ്. ഇന്ത്യ ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണ്. നമ്മൾ ഭാരതത്തിൻ്റെ അഖണ്ഡത, അതേപോലെ തന്നെ സെക്യുലറിസം, മതസൗഹാർദ്ദം, വിവിധ നാനാത്വത്തിൻ്റെ ഏകത്വം, ഇതെല്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഇന്ത്യക്കാരെയും ഒന്നായി കാണാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. അതിൻ്റെ 76ാമത് റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിക്കുക. 75 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ അതിലെ ആമുഖമായി എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള പരമപ്രധാനമായ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നുപോകുന്നത്. 20 മാസത്തിലധികമായി ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മതേതര മൂല്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് വർഗീയ കലാപങ്ങളുടെ വേദിയായിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിന് മുമ്പിൽ ഇന്ത്യയുടെ തല കുനിച്ച് നിൽക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മതേതരത്വവും നമ്മുടെ നാടിൻ്റെ വൈവിധ്യങ്ങളിലുള്ള ഏകത്വം, അതാണ് ഇന്ത്യൻ ഭരണഘടനയും ഭാരതീയ സംസ്കാരവും നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ആ വൈവിധ്യങ്ങളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഏകതയിലേക്ക് നീങ്ങുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികൾ 2 വർഷത്തിലധിക കാലം ഇരുന്ന് വളരെ നേതൃസമിതി കൺവീനർ NS ജെയിംസ്, വാദ്യകലാകാരൻ പാഞ്ഞാൾ വേലുക്കുട്ടി, വായനശാല പ്രസിഡന്റ് വിജയാനന്ദ് കെ, ഭരണസമിതി അംഗങ്ങളായ സുബ്രഹ്മണ്യൻ KK, രാജേശ്വരി O, ലൈബ്രറിയൻ അജിത ബിജു തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ചടങ്ങ് പങ്കെടുക്കുന്നത്. വേലാപൂരം എന്ന തിരക്കൊമ്പ് ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റാതായി ഉണ്ടായിരുന്നതാണ്. ഇന്നത്തെ ഏതായാലും ഇതിൽ ഒന്ന് പങ്കെടുത്തതിൽ എല്ലാവിധ ആശംസകളും നേർന്നു. നന്ദി. CCV ന്യൂസ്, പാഞ്ഞാൾ.